ആ പെൺകുഞ്ഞിന് വേണ്ടിയല്ലേ വല്യമ്മ മഞ്ജരിയോട് ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? എങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെ അറിഞ്ഞാൽ എന്താ ചേച്ചി? ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതമല്ലേ നശിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവാതെ ഞങ്ങൾ തമ്മിൽ അകന്നാലും സാരമില്ലായിരുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. ഒരു പെൺകുട്ടിക്ക് അവളുടെ മാനവും അഭിമാനവും പോലെ തന്നെയാണ് അവളുടെ മാതൃത്വവും ചാരു. ആ വരം നിനക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാനന്ന് അതൊന്നും ആലോചിക്കാതെ ചെയ്തത്. നിങ്ങൾ മരിക്കുന്നത് വരെ ഒന്നിച്ച് തന്നെ ഉണ്ടാവണം. നിങ്ങൾക്ക് കുട്ടികളും ഉണ്ടാവും. എന്നാ മാത്രമേ പ്രേമവത ചിറമിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റൂ. പക്ഷേ ഞങ്ങൾ കാരണം ഏട്ടത്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഏട്ടത്തി വിഷമിക്കേണ്ടി വരില്ലേ? ഈ വിഷമങ്ങളൊക്കെ താൽക്കാലികമാണ് വിവേക്. മിഥുനേട്ടനെ രക്ഷിക്കാൻ ഞാൻ എന്നും കൂടെ തന്നെ കാണും. എന്റെ ജീവൻ പകരം കൊടുത്തിട്ടാണെങ്കിലും ശരി, മിഥുനേട്ടനെ ഞാൻ രക്ഷിക്കും. നിങ്ങൾ ആ പ്രോജക്റ്റ് തന്നെ ഫൈനലൈസ് ചെയ്തോളൂ. അതുപോലെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇനോഗ്രേഷൻ എന്ത് സംഭവിച്ചാലും മാറ്റിവെക്കാനേ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സെൻട്രൽ മിനിസ്റ്ററുടെ മുമ്പിൽ നമ്മൾ നാണം കെടേണ്ടി വരും. ശരിയെന്നാ? നമുക്കിടയിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്റെ വയറ്റിൽ ചിലപ്പോ നിന്റെ കുഞ്ഞും ഉണ്ടാവില്ല. പക്ഷേ എന്റെ കഴുത്തി ഇതേ നീ കെട്ടിയ താലിയുണ്ടല്ലോ. ഞാൻ ഇപ്പീ വീട്ടിൽ നിന്ന് പുറത്തു പോയാ നമ്മുടെ 3 പേരുടെയും ജീവിതം നശിക്കൂന്നുള്ള കാര്യം നീ മറക്കല്ല മേഘനെ. ഈ പ്രശ്നങ്ങൾ അവസാനിക്കും വരെ നീ ഇവിടെ നിന്നും ഇറങ്ങി പോവേണ്ട കാര്യമില്ല മഞ്ജരി. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ബൈ. മേഘനെ, മേഘനെ, നീ എന്താ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല മിഥുനേട്ടാ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന എന്തിനാ? കാര്യം എന്താന്ന് പറ. മഞ്ജരി ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ടും മിഥുനേട്ടന്റെ അമ്മ അവള് പറയുന്നത് വീണ്ടും വിശ്വസിച്ചിരിക്കുകയാണ്. മഞ്ജരിയുടെ കഴുത്തിൽ കിട്ടിയ താലി കാരണമാണല്ലോ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് എത്രത്തോളം സത്യമാണോ, മിഥുനേട്ടൻ മഞ്ജരിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല എന്നുള്ളതും അത്രത്തോളം സത്യമാണ്. പക്ഷേ മഞ്ജരിയുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ മേഘനെ. അന്ന് മീഡിയാസിലെല്ലാം അതിന്റെ വീഡിയോസും വന്നു. മഞ്ജരിയോ അല്ല മീഡിയയോ അല്ല, ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് മിഥുനേട്ടൻ മഞ്ജരിയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. അന്ന് ഞാൻ മദ്യം കഴിച്ച ലഹരിയിലായിരുന്നു മേഘനെ. ഞാൻ ചെയ്ത ആ തെറ്റിന്റെ പേരിൽ നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ല മിഥുനേട്ടാ, ഇത് മിഥുനേട്ടനെ സ്വന്തമാക്കാൻ മഞ്ജരി കളിക്കുന്ന നാടകമാണ്. പവിത്രമായ താലിയാണ് വെറുതെ കുട്ടികൾ കളിക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കളിക്കുന്നത്. അതും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അവളുടെ ഈ നാടകം അമ്മയാണെങ്കിൽ ഇപ്പൊ വിശ്വസിക്കുകയും ചെയ്തു. അന്ന് ചാരുവിന് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടുന്ന് പോവേണ്ടി വന്നത്. റീയൂണിയൻ നടന്ന ദിവസമാണെങ്കിലും ഹോളി നടന്ന ദിവസമാണെങ്കിലും ഞാൻ മിഥുനേട്ടന്റെ ഒപ്പം ഇല്ലാതിരുന്ന സമയത്താണ് മഞ്ജരി അവളുടെ കുതന്ത്രങ്ങൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. മിഥുനേട്ടൻ എനിക്ക് വാക്ക് തരണം. ഇനി മുതൽ എപ്പോഴും മിഥുനേട്ടനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കണം. ദയവ് ചെയ്ത് പറ്റില്ല എന്ന് പറയരുത്. ആ വാക്ക് പറയേണ്ടത് ഞാനല്ലേ മേഘനെ. നീ എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നീ അതിന് സമ്മതിക്കില്ല. മഞ്ജരി എന്ത് പറഞ്ഞാലും ശരി, എന്ത് ചെയ്താലും ശരി, ഞാൻ നിന്നിൽ നിന്ന് അകലില്ല മേഘനെ. നിനക്ക് ഞാൻ വാക്ക് തരാം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ എന്റെ കൂടെ വേണം. ഞാനിത് സത്യമായിട്ടും പറയാ. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. ഞാൻ എപ്പോഴും മിഥുനേട്ടന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് ഇത്രയും കേട്ടാ മതി. ഒരു നിഴല് പോലെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. മിഥുനേട്ടന് ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ മേഘനെ. ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരുപാട് അകന്നതാ. ഇനി ഒരിക്കലും നമുക്കിടയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല.
നീയും ഞാനും നമ്മുടെ കുട്ടികളും നമ്മൾ ഒരിക്കലും തമ്മിൽ അകലാൻ പാടില്ല. ഒരിക്കലല്ല മിഥുനേട്ട, ആ മഞ്ജരിയെ മിഥുനേട്ടന്റെ അടുത്തുനിന്ന് ഞാൻ മാറ്റിയിരിക്കും. ആ ആപത്തിൽ നിന്നും എങ്ങനെയും ഞാൻ മിഥുനേട്ടനെ രക്ഷിച്ചിരിക്കും. അമ്മ എന്നെ കുറിച്ച് എന്തോ ഓർത്ത് കാര്യമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അതെന്താന്ന് നിന്നോട് പറഞ്ഞോ മേഘന? എനിക്ക് വേണ്ടിയാണ് മോൻ മഞ്ജരിയോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മഞ്ജരി എന്തിനെ മോം ഇത്രമാത്രം വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അതിന് കാരണം മഞ്ജരിയുടെ കഴുത്തിലെ താലിയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? മോമിനോട് തന്നെ ചോദിക്കണം. ഹലോ, ആ പറഞ്ഞോളൂ. കാരണം എന്താണെന്ന് അമ്മ എന്നോട് വളരെ വിഷമിച്ചാ പറഞ്ഞത്. അത് ഞാൻ എങ്ങനെ മിഥുനേട്ടനോട് പറയാ? പാവം, അമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആന്റി, ആന്റി ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു. ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ക്ഷമിക്കണോ ആന്റി? ഞാൻ മനഃപൂർവ്വം ഒന്ന് ചീറ്റ് ചെയ്തതല്ല ആന്റി. ഇന്ന് ആന്റി എന്നോട് പറഞ്ഞതിന് ശേഷം മിഥുൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പായത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു ആന്റി. പ്രോമിസ് ആന്റി, ഞാൻ ഇതുവരെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. എന്നൊന്ന് വിശ്വസിക്കാം ആന്റി. ഞാനെന്തിനാ നിന്നെ വിശ്വസിക്കുന്നത്? നീ ഇത്ര നേരം കള്ളാണോ സത്യാണോ പറഞ്ഞെന്ന് എനിക്കറിയണ്ട. എനിക്കിപ്പോ ആകെ വേണ്ടത് മിഥുനെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പെൺകുഞ്ഞിനെയാ. മിഥുനോടുള്ള നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ, മിഥുൻ നിന്റെ കഴുത്തിലെ താലി കെട്ടിയത് സത്യമാണെങ്കിൽ, മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കണം. എനിക്കതിന് സമ്മതം ആന്റി. മിഥുനോട് എനിക്കുള്ള സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ ഒരു കുട്ടിയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് റെഡിയാ. ആന്റി ഇപ്പൊ എന്നോട് കാണിക്കുന്ന ഈ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും തകർക്കില്ല. പ്രോമിസ്. മിഥുൻ നിന്റെ കഴുത്തിലെ താലി കെട്ടിയെന്നുള്ള വിശ്വാസത്തിലാണ് നിന്നെ ഞാൻ മിഥുന്റെ ഭാര്യയായിട്ടും ഞങ്ങളുടെ മരുമകളായും അംഗീകരിച്ചത്. മേഘനയ്ക്ക് എന്തായാലും ഇനി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാനാവില്ല. അതുകൊണ്ട് ആ അവസരം നിനക്ക് തരുന്നത്. ഈ കാര്യത്തിൽ നിനക്കൊരു സംശയം ഉണ്ടാവരുത്. ഷുവർ ആന്റി, ഞാനും ആന്റിയുടെ ഭാഗത്ത് തന്നെയാ. എനിക്ക് മിഥുൻ തന്നെയാ വലുത്. അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. മിഥുന്റെ കാര്യത്തില് മേഘന നിന്നേക്കാൾ മുമ്പിലാണ്. മിഥുനു വേണ്ടി മേഘന അവളുടെ ജീവൻ കളയാനും തയ്യാറാ. സ്വന്തം അനിയത്തിക്ക് വേണ്ടി അവളുടെ മാതൃത്വം പോലും ദാനം ചെയ്തവളാ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നേ. മേഘന ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്, അല്ലാതെ ദേഷ്യമില്ല. അതെനിക്കറിയാം ആന്റി. മിഥുനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ മേഘനേക്കാൾ ഒട്ടും കുറവല്ല ആന്റി. ആന്റി എന്നോട് കാണിക്കുന്ന ഈ വിശ്വാസം ഞാൻ നിലനിർത്തും. എന്റെ പ്രണയവും ഞങ്ങളുടെ കല്യാണവും സത്യം തന്നെയാണെന്ന് ഞാൻ എല്ലാവരും മുന്നിലും തെളിയിക്കും ആന്റി. ആന്റി മിഥുന് ജീവൻ കൊടുത്തു. മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആ പെൺകുഞ്ഞിന് ഞാൻ ജന്മം നൽകും ആന്റി. ഇത് സത്യം ആന്റി. ഗുഡ് നൈറ്റ്. മിഥുന്റെ ജീവൻ രക്ഷിക്കാനാ മഞ്ജരിയെ ഞാൻ അംഗീകരിച്ചത്. എനിക്കിതുകൊണ്ട് മേഘനയെ വേദനിപ്പിക്കേണ്ടി വരും. എന്നോട് ക്ഷമിക്കണേ ഈശ്വര. മിഥുനെ രക്ഷിക്കാൻ പോകുന്ന ആ പെൺകുഞ്ഞിന് വേണ്ടിയാണ് എന്നെ ആക്സെപ്റ്റ് ചെയ്തതെന്ന്
എന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അല്ലേ ആന്റി. ഓൾറെഡി മിഥുനെ രക്ഷിക്കാൻ ഇപ്പൊ അവനൊരു പെൺകുഞ്ഞുണ്ടല്ലോ. മേഘനെ ചക്കിയെ പ്രസവിച്ചത് ആന്റിക്ക് അറിയില്ല. ആ ചക്കിയെ ഇല്ലാതാക്കി മേഘനയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. മിഥുനെ രക്ഷിക്കാനുള്ള ആ പെൺകുഞ്ഞിനെ ഞാൻ തന്നെ പ്രസവിക്കും. മിഥുന്റെ ഭാര്യയായി ഈ കുടുംബത്തിന്റെ മരുമകളായി ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കും. ഏപ്രിൽ 5th തന്നെ വർക്കെല്ലാം ഫിനിഷ് ചെയ്യണം വിവേക്. അച്ഛാ അതുപോലെ എല്ലാ coffee കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവണേ. ശരി വലിയേട്ടാ, ഒന്നും ബാലൻസ് ഇല്ലാതെ എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഡാഡ്, മിനിസ്റ്ററുടെ ആണ് പേഴ്സണലായിട്ട് ഈ പ്രോഗ്രാം നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല മിഥുൻ. നമ്മൾ ഏർപ്പാട് ചെയ്ത പോലെ പ്രോഗ്രാം കൃത്യസമയത്ത് തന്നെ നടക്കും. ഹായ് സർ, നിങ്ങളാരാ? ഞങ്ങൾ നാഷണൽ ക്യൂസ് കോൺടെസ്റ്റ് ഓർഗനൈസേഴ്സാ. ഇവിടുത്തെ കുട്ടികളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ എല്ലാ വർഷവും സ്റ്റേറ്റ് വൈസ് നാഷണൽ ക്യൂസ് കോൺടെസ്റ്റ് നടത്താറുണ്ട് സർ. അതിനുവേണ്ടി എല്ലാ സ്കൂളിൽ നിന്നും ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ സ്പെല്ലിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങിയിരുന്നല്ലോ. അവരുടെ ഹിസ്റ്ററി കണ്ടിട്ട് സ്റ്റേറ്റ് വൈസ് കോൺടെസ്റ്റിന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓ കൺഗ്രാറ്റ്സ് ചിക്കു ചക്കി. ഈ കോൺടെസ്റ്റിലെ കുട്ടികള് സ്കൂൾ വൈസ് ആയിട്ടല്ലേ മത്സരിക്കുന്നത്? അല്ല മാഡം, സ്കൂൾ റെപ്രസെന്റേഷൻ ഇല്ലാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. നാഷണൽ വൈസ് കോമ്പറ്റീഷന് മുമ്പ് സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ ആദ്യം പങ്കെടുപ്പിക്കണം. അത് നാളെയാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് തന്നെ വന്നത്. അതെന്താ അങ്ങനെ? ഇതൊക്കെ സ്കൂളുകാരല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനാ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നേ? സ്കൂളിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് ഞങ്ങൾ കോൺടെസ്റ്റ് നടത്തുന്നത് സർ. വേണമെങ്കിൽ സ്കൂളിൽ വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കൂ സർ. മാഡം, ഞാൻ മേഘനയാ. ചക്കയുടെയും ചിക്കുവിന്റെയും കാര്യം ചോദിക്കാനായിരുന്നു. പറഞ്ഞോളൂ മാഡം. നാഷണൽ ക്യൂസ് കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങളുടെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ടോ? അതെ മാഡം. ആ കോൺടെസ്റ്റ് നടത്തുന്നവർക്ക് ഞാനാ നിങ്ങളുടെ നമ്പർ കൊടുത്തത്. പക്ഷേ കുട്ടികളെ സ്കൂൾ ലെവലിൽ നിന്ന് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ അയക്കാൻ പറ്റില്ല. ഇവര് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. അവരുടെ കൂടെ നിങ്ങൾ അയച്ചോളൂ മാഡം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ മാഡം, താങ്ക് യു. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം മാം. ഇതെന്തോ ഇൻഡിവിജ്വൽ പ്രോഗ്രാം ആണെന്നാ പറഞ്ഞ. കുട്ടികളെ വിടണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണെന്നാ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞത്. ഇവരെ നാഷണൽ കോമ്പറ്റീഷന് വേണ്ടി സെലക്ട് ചെയ്തു എന്നല്ലേ പറയുന്നത്? ടാലന്റ് ഉള്ളതുകൊണ്ടല്ലേ അവര് പങ്കെടുക്കട്ടെ മേഘനെ. അതെ മോളെ, കുടുംബത്തിന്റെയോ കാശിന്റെയോ പേരിലല്ല അറിയപ്പെടേണ്ടത്. കുട്ടികളുടെ ബുദ്ധിയുടെയും അറിവിന്റെയും പേരിലാണ് അവർ ലോകം അറിയേണ്ടത്. കുട്ടികളെ ഇപ്പോഴേ ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കണം. എങ്കിലേ അവർക്ക് വലിയ വലിയ കോമ്പറ്റീഷൻസിൽ പേടി കൂടാതെ പങ്കെടുക്കാൻ സാധിക്കൂ. അത് കറക്റ്റാണ് സർ. ഞങ്ങളുടെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം. മിഥുനേട്ടാ, എന്താ ചെയ്യണ്ടേ? നമുക്കെന്നാ അവരെ അയക്കാം. അവരുടെ ടാലന്റ് ഇമ്പ്രൂവ് ആവുന്ന കാര്യമല്ലേ. ചക്കി ചിക്കു, കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നമ്മുടെ കുടുംബത്തിന് നല്ല പേര് വാങ്ങി തരണം. നാളെ കോൺടെസ്റ്റ് നടക്കുന്ന സ്ഥലവും സമയവും പറഞ്ഞോളൂ. ഞങ്ങൾ പിള്ളേരെ അവിടെ എത്തിച്ചോളാം. അതിന്റെ ആവശ്യമില്ല മാഡം, ഞങ്ങൾ തന്നെ വന്ന് കുട്ടികളെ പിക്ക് ചെയ്തോളാം. നിങ്ങൾ പിക്ക് ചെയ്യാന്നോ? അതൊന്നും വേണ്ട, ഞങ്ങൾ കാറിൽ തന്നെ അവരെ കൊണ്ടുവന്നോളാം. നിങ്ങളുടെ കുട്ടികൾക്കൊപ്പം വേറെയും കുറച്ച് കുട്ടികളുണ്ടാവും സർ. എല്ലാവരെയും കൂടി ഒന്നിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്കിടയിൽ ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ വണ്ടിയിൽ വേണമെങ്കിൽ പിന്നാലെ വന്നോളൂ സർ. പക്ഷെ കുട്ടികളെ വാനിൽ തന്നെ അയക്കണം. ഓക്കെ.
ഹലോ മാഡം. ഞാൻ ലൈനിൽ തന്നെയുണ്ട്, പറഞ്ഞോളൂ. എല്ലാം കേട്ടല്ലോ അല്ലേ മാഡം? നാളെ കുട്ടികളെ അവർ നമ്മുടെ കൂടെ അയക്കും. ഗുഡ്. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. നാളെ ഇതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യണം. ആ വീട്ടിൽ ആർക്കും ഒരു സംശയം തോന്നരുത്. കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടണം. ഓക്കെ മാഡം, അതുപോലെ തന്നെ ചെയ്തോളാം. മിഥുന്റെ ഭാവി തീരുമാനിക്കേണ്ട ചക്കി നാളെ എന്റെ കയ്യിൽ കിടന്നു പിടയും. സരയു എന്തിന് ഈ ലൊക്കേഷനിൽ അർജന്റായി ചെല്ലണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നേ? ആ പ്രിയമതാന്റിയും കൂട്ടിക്കൊണ്ടു പോ, അതാ നല്ലത്. ആന്റി, എന്തു പറ്റി മഞ്ജരി? ഞാനിപ്പോ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവാ. ആന്റി കൂടെ വരുന്നുണ്ടോ? വിവേക്, നിങ്ങളുടെ അമ്മയും മഞ്ജരി എന്തോ സംസാരിക്കുന്നുണ്ട്. എങ്ങോട്ടേക്കാ മഞ്ജരി? ആന്റി, പുറത്തേക്ക് പോകുമ്പോ എങ്ങോട്ടേക്കാ പോകുന്നത് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. നീ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ചോദിക്കാൻ പാടില്ല. കൂടെ എന്നോടും വരാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. എന്താണെങ്കിലും ശരി, ചോദിക്കാൻ പാടില്ല ആന്റി. ഞാൻ എന്തോ വലിയ അപശകനവും നീ എന്തോ ഭാഗ്യവതിയും പോലെയാണല്ലോ സംസാരിക്കുന്നേ. ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല, നീ തന്നെ പൊയ്ക്കോ. പ്ലീസ് ആന്റി, ആന്റി വരുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കമ്പനി ആയാനെ. നിനക്ക് കമ്പനി തരാനും റിലീഫ് തരാനും വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നേ. അതുകൊണ്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേ. മോം എന്താ മഞ്ജരിയുടെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞേ? എന്തായിരിക്കും ചാരു? മഞ്ജരിയുടെ കൂടെ അമ്മ പോയാ മാത്രല്ലേ അവരവിടെ എന്താ സംസാരിക്കുന്നെന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റൂ. പ്ലീസ് ആന്റി. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ മഞ്ജരി? നീ ഒറ്റയ്ക്ക് പോയാ മതി. എന്താ വിവേക്? മോം ഫ്രീ ആണെങ്കിൽ ചാരുവിനെ ഒന്ന് കുറച്ചേരം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അവളുടെ സർജറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. നീയും നിന്റെ ഭാര്യ എന്നെ എന്തായിട്ടാ കാണുന്നത്? നിങ്ങളുടെ ജോലിക്കാരിയാണെന്ന് വിചാരിച്ചോ? നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം വന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യണോ? അതല്ല മോം. എന്തിനാ വിവേക് അമ്മയായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്? അമ്മ സമ്മതിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എനിക്ക് എന്തെങ്കിലും പണി തരാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ അമ്മ മുന്നിൽ നിൽക്കും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? നിനക്ക് കുറച്ച് നാക്ക് കൂടുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് റെസ്പെക്ടോടെ സംസാരിച്ചില്ലെങ്കിലേ പല്ല് 32 താഴെ കിടക്കും. എന്റെ പല്ലെന്താ മാവിൽ നിൽക്കുന്ന മാങ്ങയാണെന്ന് വിചാരിച്ചോ? എവിടെ ഇതൊന്നും എടുത്ത് കാണിച്ചെന്നേ. എന്താ എനിക്ക് പേടിയാന്ന് വിചാരിച്ചോ? വിവേക്, രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പ് പോലെ നിന്നാൽ എങ്ങനെ? എന്താ ചാരു ഇത്? മോമനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മോം ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ മോം? മോം ഇപ്പൊ വെറുതെ നിൽക്കല്ലേ? അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്താ എന്താ പ്രശ്നം? ഞാൻ വെറുതെ നിൽക്കൊന്നും അല്ല വിവേക്. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഞാനും മഞ്ജരി പുറത്തേക്ക് പോവാ. മഞ്ജരി വാ, നമുക്ക് പോവാം. അമ്മയെ ചൂടുകയറ്റി നമ്മളെ മഞ്ജരിയുടെ കൂടെ പറഞ്ഞയച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അമ്മ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോവാ. മഞ്ജരി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലേ തീർച്ചയായിട്ടും ഏട്ടത്തിക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. ശരിയാ വിവേക്. ചേച്ചിക്കെതിരെ മഞ്ജരി എന്ത് പ്ലാൻ ചെയ്താലും ശരി, നമ്മളത് പൊളിച്ചു കൊടുക്കണം. ചേച്ചിയുടെ മേൽ അവളുടെ നിഴല് പോലും വീഴാൻ പാടില്ല. രാവിലെ മുതൽ വലത് കണ്ണ് നന്നായിട്ട് തുടിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം നടക്കുമായിരിക്കോ? മിഥുനേട്ടൻ ഇതെങ്ങോട്ടാ പോയത്?
എന്താ മേഘനെ എന്തീ കാണിക്കുന്നേ? മോളിൽ ഒരു പല്ലി ഇരിപ്പുണ്ട്. അത് മിഥുനേട്ടന്റെ തലയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാ. അത് വീണാലെന്താ പ്രശ്നം? അതെന്താന്നറിയില്ലേ, പല്ലി തലയിലേക്ക് വീഴുന്നത് ഒട്ടും നല്ലതല്ല. അത് വലിയൊരു അപശകുനാ. അതിന് നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? പല്ലി എങ്ങനെ ശരീരത്തിൽ വീണാലോന്ന് കരുതിയാ. അത് വെറും ഒരു പല്ലിയല്ലേ. മാത്രമല്ല നീ സാരി ഇങ്ങനെ വിരിച്ചു പിടിക്കുമ്പോ അതെന്റെ ദേഹത്ത് എങ്ങനെ വീഴാനാ? നീ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ആദ്യം മിഥുനേട്ടൻ ഇവിടെ നിന്ന് എഴുന്നേറ്റേ ആ റൂമിൽ എങ്ങനെ പോയിരുന്നു വർക്ക് ചെയ്യ. എന്നെ പറഞ്ഞു വിടുന്ന സമയം കൊണ്ട് ആ പല്ലിയെ നമ്മൾ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞാ പോരെ? അയ്യോ, നീ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓവർ ടെൻഷൻ അടിക്കുന്നൊന്നും ശരിയല്ല. സൂക്ഷിക്കുന്നത് നല്ലതാ, പക്ഷെ പേടിക്കുന്ന കൊള്ളില്ല. എനിക്ക് പേടിയല്ല മിഥുനേട്ടാ, ഇതെന്റെ ഉത്തരവാദിത്വം. ഇത്രയും നാളും മിഥുനേട്ടനുണ്ടായ എല്ലാ ആപത്തു നിന്നും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനുള്ള ശക്തി എന്റെ കൈകളിലില്ല. മിഥുനേട്ടന്റെ രക്തത്തിൽ ജനിക്കുന്ന പെൺകുഞ്ഞിന് മാത്രമേ അത് കഴിയുള്ളൂ എന്ന് അമ്മ പറയുന്നത്. ഇനി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. പക്ഷെ മിഥുനേട്ടനുണ്ടാവുന്ന ആപത്തിനെ എങ്ങനെയും തട്ടി മാറ്റാനെങ്കിലും ഞാൻ ശ്രമിക്കണ്ടേ? ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ നാളെ ത്രയോദശിയ. എന്റെ ഈശ്വര, നാളെ എന്റെ മിഥുനേട്ടനൊരു പ്രശ്നം വരാതെ നോക്കണേ.